ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, വലിയ നോമ്പിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് സഭയായി നാം അടുത്തു വരുന്നു. നമ്മിലെ കുറവുകളെ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് സമർപ്പിത ജീവൻ നയിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഈ വേദഭാഗം നമ്മെ ദിവ്യ പ്രകാശത്തിലേക്ക് നയിക്കുന്ന സത്യ അനുതാപത്തെ പരിചയപ്പെടുത്തുന്നു. കുറുവാക്യമായി 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിച്ചുകൊള്ളട്ടെ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സത്യവിശ്വാസത്തെ വികലമാക്കുന്ന ദുരുപദേശങ്ങളുടെ ആധിക്യത്താൽ ദൈവപുത്രനായ യേശുവിലുള്ള രക്ഷയെയും വിശ്വാസിയുടെ പ്രവൃത്തിയെയും കുറിച്ചുള്ള സമസ്യയിലായിരുന്ന ആദിമസഭയിലെ വിശ്വാസ സമൂഹത്തെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട പരമാർത്ഥതയെയും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവിക കൂട്ടായ്മയിൽ നിലകൊള്ളുന്നതിൽ ഒരു വിശ്വാസി അനുവർത്തിക്കേണ്ട ജീവിത പ്രമാണങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. 2 കാര്യങ്ങൾ പങ്കിട്ടുകൊള്ളട്ടെ. 1 യോഹന്നാൻ 1:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരുളിനെ നിഷ്പ്രഭമാക്കുന്ന ദിവ്യ പ്രകാശം നാം ദർശിക്കുന്നു. ക്രിസ്തു മുഖത്തു നിന്നും കണ്ടതും കേട്ടതുമായ സത്യത്തിനുള്ള സാക്ഷ്യമാണ് 5-ാം വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ദൈവം വെളിച്ചമാകുന്നുവെന്നും ആ വെളിച്ചത്തിന്റെ പ്രഭയാൽ സർവ്വ അന്ധകാര ശക്തികളും നിഷ്പ്രഭമാകും എന്നുമുള്ള നിതാന്ത സത്യം ക്രിസ്തു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചതിലൂടെ യോഹന്നാൻ ശ്ലീഹ സ്വായത്തമാക്കിയ അനുഗ്രഹീതമായ ദർശനമാണ്. ഈ ദർശനമാണ് സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസമായി വിശുദ്ധ ശ്ലീഹന്മാരിലൂടെ സമൂഹമധ്യത്തിൽ പ്രഘോഷിക്കപ്പെട്ടത്. ദൈവം വെളിച്ചമാകുന്നു, അവിടെ അന്ധകാരത്തിന് സ്ഥാനമില്ല. ക്രിസ്തു ശരീരമായ സഭയുടെ ഭാഗമായ വിശ്വാസ സമൂഹം ഒരു നാളും ഇരുളിൽ നടക്കേണ്ടവരല്ല. ആയതിനാൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന വിശ്വാസ സമൂഹം ക്രിസ്തുവിനെ ധരിക്കണം. സർവപാപ കറകൾ തീർത്തു നമ്മെ രക്ഷിപ്പാനായി കാൽവറിയിൽ ചൊരിയപ്പെട്ട യേശുനാഥന്റെ രക്തം നമ്മെ ശുദ്ധീകരിച്ച് ഈ ദിവ്യ വെളിച്ചത്തിന്റെ കൂട്ടായ്മയിൽ നിലനിർത്തുവാൻ പര്യാപ്തമാണ്. രണ്ടാമതായി, സ്വയ നീതീകരണത്തിൽ നിന്നും സത്യ അനുതാപത്തിലേക്കുള്ള മടക്കം അനിവാര്യമാകുന്നു. 1 യോഹന്നാൻ 1:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇത് സാക്ഷിക്കുന്നു. പാപബോധവും നീതിബോധവും ന്യായവിധിയെക്കുറിച്ചുള്ള ജാഗ്രതയും വിസ്മരിച്ച് ലോകമയത്വത്തിൽ മുഴുകിയിരിക്കുന്ന സാമൂഹിക ആധ്യാത്മിക ക്രമങ്ങളുടെ മധ്യത്തിൽ കഴിയുന്ന ഇന്നിന്റെ വിശ്വാസ സമൂഹത്തോട് ദൈവവചനം ശക്തമായി സംവദിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ നാം വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. എന്നാൽ സത്യാനുതാപം നമ്മെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നുവെന്ന പ്രത്യാശ പ്രസ്തുത വേദഭാഗം നമ്മെ വീണ്ടും വീണ്ടും അനുസ്മരിപ്പിക്കുന്നു. സത്യമായി എഴുതിവെക്കുന്നവരുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തന് നീതിമാനുമായ ദൈവിക സന്നിധിയിലേക്കാണ് ഓരോ വിശുദ്ധ ആരാധനയിലും നാം ക്ഷണിക്കപ്പെടുന്നത്. അതിനാൽ ഈ നോമ്പിന്റെ നാളുകളിൽ വചനരഹിതമായ ജീവിത വഴികളെ വിട്ട് വചനാനുസൃതമായ പാതയിലൂടെ സഞ്ചരിച്ച് പരമാർത്ഥ ക്രിസ്ത്യാനികളായി ക്രിസ്തുവാകുന്ന ഈ ദിവ്യ പ്രകാശത്തിന്റെ സാക്ഷികളാകുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളിലെ പാപാന്ധകാരത്തെ നീക്കി സകലത്തെയും ശുദ്ധീകരിക്കുന്നതായ ദൈവ ആത്മാവിന്റെ പ്രകാശത്തിൽ നിലകൊള്ളുവാനും ആ വെളിച്ചത്തിന് സാക്ഷികളാകുവാനും നിന്റെ കൃപയുടെ സഹായങ്ങളാൽ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. ആമേൻ.